ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ശത്രു നിസ്സാരക്കാരനല്ല. അവന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചിട്ട് അവൻ ഈ കരുക്കള് നീക്കിയിരിക്കുന്ന. ഈ നാണക്കേട് സത്യാമ്മയ്ക്ക് താങ്ങാൻ പറ്റുമോ മോളെ? ഏത് രീതിയിൽ കഴിഞ്ഞിരുന്ന ആളാ. രാഘവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ അതിലും സങ്കടം. ഈ സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരു വീട് മാറി ആ വീടുമായി യോജിച്ചു പോകാനൊക്കെ പറ്റുമോ? പോകാതെ മാർഗമില്ലല്ലോ അമ്മ. പിന്നെ എത്ര വലിയവനും തിരിച്ചടി തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം അത് തന്നെയായത്. ഇത്ര തവണ നമ്മളെ ആ വീട്ടിൽ നിന്ന് സത്യം ആട്ടിപ്പായിച്ചിട്ടുണ്ടമ്മേ. അമ്മയെ തന്നെ എത്രയോ തവണ അവര് സങ്കടപ്പെടുത്തി ഇറക്കി വിട്ടിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന ആള് ഇതെല്ലാം കണ്ട് മുകളിൽ ഇരിക്കുകയല്ലേ. കുറെ കാണുമ്പോ തിരിച്ചൊന്ന് ഇറക്കി വിടണമെന്ന് പുള്ളിക്കാരനും തോന്നിയിട്ടുണ്ടാവും. ആട്ടി ഇറക്കപ്പെടുന്നതിന്റെയും ഒരു സ്ഥലത്ത് നിന്നും ഒഴിവാക്കി വിടുന്നതിന്റെയും വേദന സത്യമേ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്തായാലും നമ്മളായിട്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനിയും വരുന്നത് അങ്ങോട്ട് അനുഭവിക്കാം. അല്ലാതെ യാതൊരു വഴിയും കാണുന്നില്ല. ആ മോളെ, ഞാൻ നിന്നോട് പറയാതെ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എവിടെ? സത്യാമ്മയുടെ വീട്ടില്. എന്റെ കയ്യില് നമ്മുടെ ഈ വീടിന്റെ ആധാരവും ഉണ്ടായിരുന്നു. എന്റെ അമ്മേ, സത്യാമ്മ ഇത് സ്വീകരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതോ അമ്മയുടെ കയ്യിൽ നിന്ന്? ഒരിക്കലും വാങ്ങിക്കില്ല. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയെ നാണം കെടാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടില്ലായിരുന്നു. ഇതില് നാണക്കേടിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മളൊരു സഹായം വെച്ച് നീട്ടി, അത് നമ്മുടെ മര്യാദ. പക്ഷെ അമ്മ കാണിച്ച മര്യാദയ്ക്ക് അവര് തിരിച്ചു മര്യാദ കാണിച്ചോ? ഇല്ലല്ലോ, കാണിക്കില്ല. മാത്രമല്ല നല്ല ചീത്തയും പറഞ്ഞു കാണുമല്ലോ. ഏയ്, കുറച്ച് ചൂടായിട്ട് സംസാരിച്ചു. അത് പിന്നെ അവരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഈ സ്വഭാവം തന്നെയാമേ ആ കുടുംബം തകർത്തതും. എനിക്കിപ്പോ ഒരു പേടിയുള്ളൂ. ഇത്രയും കടുംപിടുത്തം പിടിക്കുന്ന സ്ത്രീ വിഷ്ണു നീയും മോളും കൂടി ഒന്നിച്ചോന്ന് കേൾക്കുമ്പോ എന്ത് ഭൂകമ്പമായിരിക്കും ഉണ്ടാക്കുന്നതെന്ന്. മോളെ, അവര് അടങ്ങിയിരിക്കുവോ? സ്വന്തം കുടുംബം കാൽച്ചുവെട്ടിന്ന് ഒലിച്ചു പോകാൻ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും ഇത്രയും തന്റെ ഇടത്തോടെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരേത് പ്രതിസന്ധിയും നീന്തി കയറാൻ ഒരുങ്ങി തന്നെ നിൽക്കുക. എത്ര ശത്രുക്കൾ അവർക്കെതിരെ വന്നാലും അവര് പതറില്ലമ്മേ. അതാണ് സത്യാമ്മ. ഈ ഒരു ചങ്കുറ്റം കൊണ്ട് മാത്രമാ ഈ ഒരു അവസ്ഥയിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ച് മുന്നേറി പോകുന്നതും. നമ്മളൊക്കെയാണെങ്കിൽ തകർന്നു പോവും. ഒന്നുമല്ലെങ്കിൽ കുഴഞ്ഞെങ്കിലും വീഴും. ഇപ്പൊ തന്നെ ഈ ഓട്ടം മുഴുവൻ ഓടിയപ്പോ എന്റെ പകുതി ജീവൻ പോയ പോലെയാ. ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് കുളിക്കണം. എന്നാലേ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറൂ. എങ്ങനെയാ ദേവി ആ സത്യാമ്മയൊന്ന് സഹായിക്കുക?